ജന്തർ മന്തർ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കഴിഞ്ഞ 10 ദിവസത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ പ്രധാൻ ജന്തർ മന്തറിലും രാജ്യവ്യാപകമായും സ്ഥിതിഗതികൾ മുതലെടുക്കാൻ ദേശവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് തന്റെ രാജിക്കത്തിൽ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ ശനിയാഴ്ച ജൂലൈ 25 ഇന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ചതായി പ്രഖ്യാപിച്ചു. ജന്തർ മന്തറിലും രാജ്യത്തിലുടനീളമുള്ള സാഹചര്യത്തിലും ദേശവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നത് ഒഴിവാക്കുന്നതിനും രാജ്യത്തിന്റെ ഐക്യം കേടുകൂടാതിരിക്കുന്നതിനും ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങിപ്പോകാതിരിക്കുന്നതിനും നമ്മുടെ കുട്ടികൾ പഠനത്തിലും കരിയർ കെട്ടിപ്പടുക്കുന്നതിലും സമയം ചെലവഴിക്കുന്നതിനും വേണ്ടി തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചതായി മിസ്റ്റർ പ്രധാൻ എക്സിന് അയച്ച കത്തിൽ പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഇക്കാര്യത്തിൽ പൊതുജനാഭിപ്രായം പറഞ്ഞിട്ടില്ല. നേരത്തെ ജൂലൈ 20 പാർലമെന്റിലേക്കുള്ള മാർച്ചിൽ പോലീസ് അതിക്രമത്തിന് ഇരയായവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം രാജ്യവ്യാപകമായി മെഴുകുതിരി മാർച്ച് നടത്താൻ അകോച്ച് ജനതാ പാർട്ടി CJP ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം ജൂലൈ 20 ദേശീയ തലസ്ഥാനത്ത് പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത പ്രതിഷേധക്കാർക്കെതിരെ ഡൽഹി പോലീസ് ഇതുവരെ നിരവധി FIRകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ജൂലൈ 20 ക്രൂരമായി മർദ്ദിക്കപ്പെട്ട പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളോടും പരസ്യമായി മാപ്പ് പറയുക, അവരിൽ നിന്ന് ആർക്കെങ്കിലുമായി FIR രജിസ്റ്റർ ചെയ്യില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് CJPയുടെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. CJPയുടെ ആവശ്യങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധനയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതായി കണ്ടെത്തി. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്കുമിടയിൽ നഷ്ടപരിഹാരവും ക്ഷമാപണവും ഇപ്പോഴും പരിഗണനയിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ CJPയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.